അങ്ങനെ നമ്മൾ ഹൈദരാബാദിൻ്റെ 4-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. തനുഷും ആദിഷും ഞാനും ഒരുമിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ ആദ്യം ഇന്ന് പോകുന്നത് നമ്മുടെ കോട്ടയിലേക്കാണ്, അതായത് ഗോൾക്കൊണ്ട ഫോർട്ടിലേക്ക്. ഇന്ന് നമ്മൾ മുഴുവൻ ഹൈദരാബാദിൻ്റെ ഈ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഹൈദരാബാദിലെ കാഴ്ച, അതായത് ഹൈദരാബാദ് ആ ടൗണും അതിൻ്റെ പരിസരത്തുമായുള്ള കാഴ്ചകളാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട്. അതിലെ ഒന്നാമത്തെ കാഴ്ച, ഹൈദരാബാദ് നഗരത്തിലെ ഒരു പടിഞ്ഞാറൻ ഭാഗത്താണ് ശരിക്കും ഗോൾക്കൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഹുസൈൻ സാഗർ തടാകം ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ഏകദേശം 9 കിലോമീറ്ററിൻ്റെ ഒരു അകലം ആണ് ശരിക്കും ഈ കോട്ട വരുന്നത്. കോട്ടയുടെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് ഒരു 4.8 കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. അതിന് ഒരു 120ഓളം അടി ഉയരവും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം കോട്ടയുടെ ആ ഒരു ബാഹുല്യം, ആ ഒരു പുറം, അതായത് അതിൻ്റെ പുറത്തെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഇത് ഇപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്ന വേറൊരു ഭാഗമാണ്. ഇതാ എല്ലാവരും അതിന് കോട്ടയുടെ ഉള്ളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ശരിക്കും ഈ കോട്ട എന്ന് പറയുന്നത് 1143 ഒരു ഗ്രാനൈറ്റ് കുന്നിൻ്റെ മുകളിൽ ഇവർ ഉണ്ടാക്കിയതാണ്. അതാദ്യം മംഗൽ എന്നറിയപ്പെട്ട് ചെയ്തിരുന്നു. അങ്ങനെ വാറങ്കൽ രാജാവിൻ്റെ ഭരണകാലത്ത് ഇത് ഒരു മണ്ണുകൊട്ട മാത്രമായിരുന്നു, മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ട. പിന്നീട് 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനിടയിൽ ബഹ്മനി സുൽത്താൻമാരും പിന്നീട് ഭരിച്ചിരുന്ന കുതുബ് ഷാഹി രാജവംശവും ഇത് കോട്ട കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുതുബ് ഷാഹി രാജാക്കന്മാരുടെ പ്രധാന തലസ്ഥാനമായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട്. അതായത് പ്രധാന തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ കോഹിനൂർ പോലുള്ള ഡയമണ്ടുകളും മറ്റും ആൾക്കാർ വന്ന് വാങ്ങലും വിൽക്കലും തുടങ്ങിയ വ്യാപാരമായ കാര്യങ്ങളെല്ലാം ഈ കോട്ടയുടെ ഭാഗത്തായിരുന്നു. ഏകദേശം നമ്മളിപ്പോൾ ഈ കയറുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300-350 സ്റ്റെപ്പോളം ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഹൈദരാബാദിൻ്റെ ഏറെക്കുറെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനും പറ്റും. എൻ്റെ കൂടെ തന്നെ കുറേ പേര് കയറുന്നുണ്ട്, കുറേ പ്രായമായ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ ഇത് കയറുക എന്ന് പറഞ്ഞാൽ അത്ര ശ്രമമുള്ള കാര്യമൊന്നും പറയുന്നില്ല, എങ്കിലും കുറച്ചൊരു ആയാസം ഉള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്തെ കോട്ടയിൽ കൊട്ടാരങ്ങളിലും പള്ളികളിലെയും അവശിഷ്ടങ്ങളും മറ്റും നമുക്ക് കാണാനും പറ്റും. അതായത് ഈ കൊട്ടാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 62 വർഷം ശരിക്കും ഈ കൊട്ടാരത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരാൻ വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഔറംഗസേബ് വന്ന് ഈ കൊട്ടാരം 8 മാസം കൊണ്ട് തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചു എന്നാണ് നോക്കുന്നത്. പക്ഷേ ശരിക്കും ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8 മാസം കൊണ്ട് പോലും ഈ കൊട്ടാരത്തിൻ്റെ ഒന്നും കാര്യമായിട്ട്, അതായത് മുകൾ ഭാഗം മറ്റും എല്ലാം തകർന്നെങ്കിലും ഇവിടെ വീണ്ടും കൊട്ടാരത്തിൻ്റെ ബാക്കി പത്രം അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു കാളിക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹൈദരാബാദിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാളിക്ഷേത്രം അവിടെ ഉണ്ടാവാൻ കാരണം ഈ കോട്ട ആദ്യം ഉണ്ടാക്കിയ രാജാവിനെ തകർത്തുകൊണ്ട് വേറെ രാജാവ് വന്നപ്പോൾ, അതായത് ആദ്യം ഉണ്ടാക്കിയ രാജാവ് ഒരു ഹിന്ദു രാജാവായിരുന്നു, പിന്നീട് വന്നത് മുസ്ലിം രാജാവായിരുന്നു. അദ്ദേഹം ഈ രാജാവിനെ കീഴ്പ്പെടുത്തി കോട്ട പിടിച്ചെടുത്തുവെങ്കിലും ഈ കാളിക്ഷേത്രം അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പന. അതുകൊണ്ട് തന്നെ ഇന്നും ആ കാളിക്ഷേത്രം ആചരിച്ചും അതിൻ്റെ എല്ലാ രീതിയിലും അതിനെ എപ്പോഴും പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഈ കോട്ടയുടെ അകഭാഗമാണ്, അകത്തുള്ള ഭാഗങ്ങളും മറ്റുമാണ്. ആ കോട്ടയുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി സലാർ ജംഗ് മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. സലാർ ജംഗ് 3 അദ്ദേഹത്തിൻ്റെ
ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളും, ആ രാജകാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഇവിടെ മ്യൂസിയത്തിൽ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ്. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതാണ് അതിൻ്റെ പുറംഭാഗം. നിറയെ പച്ചപ്പിനെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു പുറംഭാഗമാണ്. വളരെ മനോഹരമായി തന്നെ അവിടെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നുമുണ്ട്. ഇഷ്ടംപോലെ ജനങ്ങൾ അവിടെ വന്നത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളാണെന്ന് എനിക്ക് തോന്നി. പല സ്കൂളിൽ നിന്നും കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ മ്യൂസിയത്തിൻ്റെ പറ്റി പല കാഴ്ചകളും കാണുന്നു. ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ഭീമൻ കാറും ഞങ്ങൾ കണ്ടു. അന്ന് ഉപയോഗിച്ചിരുന്ന കാറായിരിക്കാം. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ടേജ്. ഉള്ളിലേക്ക് കയറാനുള്ള ഫ്രണ്ടേജാണ്. ഉള്ളിലേക്ക് മൊബൈൽ കയറ്റണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. ക്യാമറ ആയാലും എക്സ്ട്രാ പൈസ കൊടുക്കണം. അല്ലാതെ അവർ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കില്ല. അങ്ങനെ ഈ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് ഈ സലാർ ജംഗ് 3 എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട്, ചിത്രം. ഇതാണ് അദ്ദേഹം, സലാർ ജംഗ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായി തന്നെ ഈ കോറിഡോറും മറ്റുമെല്ലാം ഇവിടെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു. ഇവിടെ ഓരോ ചുമരിലും ഓരോരോ ചിത്രങ്ങളുണ്ട്. അതെല്ലാം ഓരോരോ കഥകളാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അന്ന് രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും പല രൂപങ്ങളും മറ്റുമാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ അടിയിലും അത് എന്താണ്, ആരുടെ രൂപമാണ് എന്നൊക്കെ എടുത്തിരിക്കുന്നു. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും എല്ലാവരുടെയും പല രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നടരാജ വിഗ്രഹത്തിൻ്റെ പല രൂപങ്ങളും ഇവിടെ വെച്ചിരിക്കുന്നു. എൻ്റെ കൂടെ ആദിഷും ധനുഷും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ അടുത്തെത്തിയിരിക്കുന്ന അവിടെ ഉപയോഗിക്കുന്ന ഫർണിച്ചർ കാര്യങ്ങളിലേക്കൊക്കെയാണ്. ഇങ്ങനെ എല്ലാ സാധാരണയുള്ള മ്യൂസിയങ്ങളിലെ പോലെ തന്നെ ഇവിടെ എല്ലാം ഓരോരോ സെക്ഷൻസ് ആയിട്ട് അവർ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും വലിയൊരു മ്യൂസിയം തന്നെയാണത്. വീണ്ടും നമ്മുടെ യാത്ര മ്യൂസിയത്തിനുള്ളിലൂടെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഐവറി റൂം എന്ന് പറഞ്ഞിട്ടൊരു റൂം കാണാം. അതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു വൻ തിരക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പല ആനക്കൊമ്പുകളും മറ്റും എല്ലാം പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഒഴിവുകളും മറ്റുമെല്ലാം ആയതുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും അവരെല്ലാം കുടുംബസമേതം ഇവിടെ വന്ന് ഒരു ആഘോഷിക്കാനുള്ളൊരു സമയം. അതാണ് ഇവിടെ ഇപ്പോൾ ശരിക്കും ഇവരിവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ. ഇവിടെ പല രീതിയിലുള്ള ചെസ് ബോർഡുകൾ കാണുന്നുണ്ട്. അന്നത്തെ കാലത്തെ കളികളും മറ്റുമാണ് അത്. അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ പാവകളും മറ്റുമെല്ലാം ഇവിടെ ശരിക്കും ചിൽക്കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ മൂർത്തികളുടെയും ദൈവങ്ങളുടെയും എല്ലാം പല രൂപത്തിലുള്ള പല രീതിയിലുള്ള ഈ വിഗ്രഹങ്ങളും മറ്റും ചെറിയ ചെറിയ രൂപങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ബുദ്ധൻ്റെ പല രൂപങ്ങളുമുണ്ട്. അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി വേറെ സ്ഥലത്തെത്തുമ്പോൾ ഒരു മാർബിളിനെ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന, അതായത് ബ്രിട്ടീഷുകാർ സമ്മാനം കൊടുത്തതോ മറ്റോ ആയിരിക്കാം, അതിൻ്റെ രൂപത്തിലുള്ള പല രീതിയിലുള്ള കാഴ്ചകളുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഉള്ളത് പല രീതിയിലുള്ള വാക്കിംഗ് സ്റ്റിക്ക് പോലത്തെ
ഉപകരണങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അന്നത്തെ കാലത്തെ പലതിനും സിംഹത്തിൻ്റെയും ഈ പാമ്പിൻ്റെയും എല്ലാം മുഖച്ഛായുള്ള കൈ വയ്ക്കാനുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കയറുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാമാണ് കാണുന്നത്. യുദ്ധച്ചട്ടകളും മറ്റുമെല്ലാം. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നതാണ് ശരിക്കും യുദ്ധത്തിന് പോകുമ്പോൾ ഉള്ള ഒരു രൂപം. അതിൻ്റെ ഒരു രൂപരേഖ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാമാണ് അവിടുത്തെ അന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന വാള്, കുന്തം, തോക്കുകൾ, ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇത് അന്നത്തെ കാലത്തെ സോസേഴ്സ്, ജഗ് അതെല്ലാമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഘടികാരങ്ങളാണ് അന്ന് ഉപയോഗിച്ചിരുന്ന പല രീതിയിലുള്ള ഘടികാരങ്ങൾ. അതെല്ലാം ഇന്നും വളരെ മനോഹരമായിട്ട് ഇവിടെ പരിപാലിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കാണുന്നത് പല രീതിയിലുള്ള തൂക്കുവിളക്കുകളാണ്. നമ്മുടെ ആ ഷെൽഫിലെല്ലാം വെച്ചിരിക്കുന്നത് പല രീതിയിലുള്ള വിളക്കുകളും പല ഭംഗിയിലുള്ള വിളക്കുകളൊക്കെയാണ്. ഇവിടെ വീണ്ടും നമ്മളെത്തുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള രൂപങ്ങളുടെ ദൃശ്യങ്ങളും മറ്റും മാർബിൾ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. ചിലത് വെള്ള മാർബിളാണ്, ചിലത് കറുത്തതാണ്. വളരെ ഭംഗിയോടുകൂടി തന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്നു. ഞാനതിൻ്റെ ഷോട്ട്സ് എല്ലാം എടുത്ത് വീണ്ടും ഞങ്ങളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നേരെ ചെല്ലുന്ന ചാർമിനാറിലേക്കാണ്. വളരെ ബൃഹത്തരമായ ഒരു നിർമ്മിതിയായ ചാർമിനാർ പണ്ടത്തെ ഏറ്റവും വലിയ വാണിജ്യമായ ഒരു സ്ഥലം. ഇന്നും അവിടെ ഏറ്റവും വലിയ വാണിജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ചാർമിനാർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം വളരെ തിരക്കേറിയൊരു സമയം കൂടിയായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ തിക്കും തിരക്കും കാരണം വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ചാർമിനാർ. ചാർമിനാറിലേക്കുള്ളൊരു കവാടം. അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ബൃഹത്തരമായ ചാർമിനാർ.
ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഷൂട്ടിംഗ് ചെയ്യാൻ ശരിക്കും ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. കാരണം അത്രയും ജനങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ജനത്തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ, നമുക്കൊന്നും തിരിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ജനത്തിരക്ക്. അതിന് മുന്നിൽ ധനുഷിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയത് ചൗമില്ല പാലസ് എന്ന് പറഞ്ഞൊരു പാലസിലേക്കാണ്. പക്ഷെ ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല, കാരണം ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറയുന്ന ഈ ലേക്കിൻ്റെ അടുത്തുള്ള ലുംബിനി പാർക്കിലേക്കാണ് ഞങ്ങളുടെ പിന്നീടുണ്ടായിരുന്ന യാത്ര. ഈ യാത്രയുടെ പല കാഴ്ചകളും നമ്മളതങ്ങനെ കണ്ടിങ്ങനെ പോവുകയാണ്. ഇതവിടുത്തെ ഒരു നിർമ്മിതിയാണ്. ഈ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ ഓരത്ത് കിടക്കുന്ന ഈ ലുംബിനി പാർക്കിൻ്റെ ഓപ്പോസിറ്റിൽ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ്. അങ്ങനെ ഇതാണ് ലുംബിനി പാർക്കിൻ്റെ. ഇതാണ് സാഗർ ലേക്ക്. ഇവിടെ നിന്ന് ബോട്ട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ബുദ്ധൻ്റെ ആ ഒരു പാറേൻ്റെ അവിടേക്ക് പോകാം. ഇതാണ് ബുദ്ധൻ്റെ പാറ. ലുംബിനി പാർക്കിൽ നിന്ന് കിട്ടുന്ന കാഴ്ച. അന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വേണ്ടിയുള്ള സമയം ഒപ്പിക്കാൻ ഒരു മാളിൻ്റെ ഉള്ളിൽ കയറി. ആ മാളിലെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഈ ദീർഘയാത്ര തീർന്ന് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക്.